നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 1202 കന്നിക്കൂർ മലയാള പുതുവർഷത്തെ കന്നിക്കൂറിന്റെ ഫലമാണ് ഞാൻ പറയുന്നത്. അതായത് മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലം. അതാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത്. ഈ വിഷയം ഈ രാശിക്കാർക്ക്, അതായത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? ഉത്രം, മുക്കാലി, അത്തം, ചിത്തിര, അര. ഉത്രം, മുക്കാലി, അത്തം, ചിത്തിര, അര. ഇത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാർക്ക് വേഴം 11ഉം 12ഉം ഭാവങ്ങളിലും, ശനി 7ഉം 8ഉം ഭാവങ്ങളിലും, രാഹു 6ഉം 5ഉം ഭാവങ്ങളിൽ നിൽക്കുന്ന സമയമായതിനാൽ ഇവർക്ക് ഈ പുതുവർഷം വരുമാന വർധനയും സ്ഥാനക്കയറ്റവും ആദരവുകളും കിട്ടാവുന്ന ഒരു സമയമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇവർക്ക് കോപം വർദ്ധിക്കാനും, അതായത് ദേഷ്യം വർദ്ധിക്കാനും, ഉപദ്രവങ്ങൾ കൂടാനും, അതായത് ശത്രുദോഷങ്ങൾ ഉണ്ടാകാനും, അതോടൊപ്പം തന്നെ ചില ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനും, ദൂരയാത്ര സംബന്ധമായി ചില അലച്ചിൽ ഉണ്ടാകാനും, സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പുരോഗതി ഉണ്ടാകാനും, വിജയങ്ങൾ ഉണ്ടാകാനും പറ്റിയ ഒരു സമയമാണ്. അപ്പൊ ഓരോ മാസത്തിലെയും കാര്യങ്ങൾ കണക്കൂട്ടിയെടുത്താൽ നോക്കുമ്പോൾ സമ്മിശ്രമായ ഒരു ഫലമാണ് ഈ വർഷം ഈ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാവുന്നത്. ഇവരെ സംബന്ധിച്ച് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ജീവിത പങ്കാളിക്ക്, അതായത് ഭാര്യക്കോ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ആളുകൾക്കോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുക്കൾ വഴി വിരോധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കേസുകളിൽ വിജയവും അതേപോലെ തന്നെ വിദ്യാവിജയങ്ങളും സ്ഥാനമാന ചലനങ്ങളും ഈ വർഷം ഉണ്ടാകാം. കർമ്മ പുരോഗതിയും സന്തോഷപരമായിട്ടുള്ള യാത്രയും ദാമ്പത്യപരമായ സുഖവും അനുഭവത്തിൽ വരുന്ന ഒരു സമയവും കൂടിയാണ്. മംഗളകർമ്മങ്ങൾ നടക്കുകയും പുണ്യസ്ഥല ദർശനം നടത്തുകയും ചെയ്യും. മംഗളപരമായ കാര്യങ്ങളിൽ, അതായത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അതുവഴി അതിൽ ഭാഗവാക്കാകാനും അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാനും ഒക്കെ കഴിഞ്ഞെന്ന് വരും. സന്താനങ്ങളെ സംബന്ധിച്ച് മനോവിഷമങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതായത് സന്താന ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനനഷ്ടവും കുടുംബപരമായിട്ടുള്ള ചില സുഖക്കുറവും ചില സമയങ്ങളിൽ, ചില മാസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് മകരമാസത്തിൽ കുടുംബ സംബന്ധമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളും ധനനഷ്ടങ്ങളും വിദേശയാത്രാ ഗുണങ്ങളും അതോടൊപ്പം തന്നെ വിദേശയാത്ര സംബന്ധമായ ചില ക്ലേശങ്ങളും കുംഭമാസത്തിൽ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സ്ഥാനചലനങ്ങളും അതോടൊപ്പം തന്നെ ബന്ധുജന വിരോധങ്ങളും ഇവർക്ക് ഏൽക്കാനും ഇടവരും. ഉദ്യോഗ കയറ്റമുണ്ടാകാനും സർക്കാർ സംബന്ധമായ ബഹുമതി കിട്ടാനും ദാമ്പത്യപരമായ സുഖം കിട്ടാനും ചില മാസങ്ങളിൽ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സ്വജന വിരോധവും അതോടൊപ്പം തന്നെ ഭൂമി ലാഭവും താൽക്കാലിക ലാഭവും കർമ്മരംഗത്ത് പുരോഗതിയും ഉണ്ടാകുന്നതുമാണ്. അതായത് സ്വജന വിരോധം ഉണ്ടാകുമെങ്കിലും ഉദ്യോഗ കയറ്റവും അതോടൊപ്പം തന്നെ സർക്കാർ ബഹുമതിയും ദാമ്പത്യ സുഖവും അതോടൊപ്പം തന്നെ ഭൂമി ലാഭവും നാൽക്കാലി ലാഭവും ഒക്കെ ഉണ്ടാകുന്ന അവസരങ്ങൾ വന്നു ചേരും. ശാരീരികമായ സുഖക്കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശത്രുദോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്വജന വിയോഗവും ഗുരുജനപ്രീതിയും ബഹുമതിയും കിട്ടുന്ന ഒരു വർഷവും കൂടിയാണ്. അതായത് സ്വജനങ്ങളുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുജനപ്രീതിയും അതുകൂടാതെ ബഹുമാനങ്ങളും പുരസ്കാരങ്ങളും കിട്ടാൻ ഈ വർഷം ഇവർക്ക്
ഉണ്ടാകുന്ന സമയങ്ങൾ വരുന്നതാണ്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.